കലങ്ങി മറിഞ്ഞൊഴുകുന്ന കബനിപ്പുഴ താണ്ടിയാണ് കർണാടകയിൽ നിന്ന് വയനാട്ടിലേക്ക് കുട്ടികൾ പഠിക്കാനെത്തുന്നത്. ബൈരകൂപ്പയിൽ നിന്നുള്ള ഈ വിദ്യാർത്ഥികൾക്ക് പെരിക്കല്ലൂരിലെത്താൻ മറ്റൊരു വഴിയും ഇല്ല. ഇവിടെ ഒരു തൂക്കുപാലമെങ്കിലും വന്നിരുന്നെങ്കിൽ കുട്ടികളും രക്ഷിതാക്കളും ഒരുപോലെ രക്ഷപ്പെട്ടേനെ. വർഷകാലത്ത് വെള്ളപ്പൊക്കം ഉണ്ടാകുന്ന സമയത്തൊക്കെ കുട്ടികളുടെ പഠനം നിത്യേന മുടങ്ങുന്ന സംഭവമുണ്ട്. പക്ഷേ ഞങ്ങൾ തോണിക്കാർ വളരെ ശ്രദ്ധാപൂർവം ചെറിയ കുട്ടികളെ എടുത്ത് തോണിക്കകത്ത് ഇരുത്തി മറുകരയിലെത്തിച്ച് ഞങ്ങൾ പരമാവധി ചെറിയ കുട്ടികളെയൊക്കെ ഞങ്ങൾ ബസ്സിൽ വരെ കയറ്റിക്കൊടുക്കാൻ സഹായിക്കാറുണ്ട്. ഈ അവസ്ഥ മനസ്സിലാക്കിക്കൊണ്ട് അധികൃതർ ഇവിടെ ഒരു കുട്ടികൾക്ക് നടന്നു പോകാനുള്ള ഒരു തൂക്കുപാലമോ യാഥാർത്ഥ്യമായ ഒരു പാലമോ ഉണ്ടെങ്കിൽ ഈ അവസ്ഥയ്ക്ക് ഒരു മാറ്റം വരും. ബൈരക്കുപ്പയ്ക്കും പെരിക്കല്ലൂരിനും ഇടയിലൂടെ ഒഴുകുന്ന കബനിയിലെ കടത്തുകാരനായ ഷെൽവന്റെ വാക്കുകൾ തന്നെ തൂക്കുപാലമെങ്കിലും ഇവിടെ വേണം എന്നാണ്. മഴ കനത്താൽ കബനിയുടെ രൂപം മാറും, ഒഴുക്ക് കനക്കും. ഇതോടെ കുട്ടികളെ സ്കൂളിലേക്ക് അയക്കാൻ രക്ഷിതാക്കൾക്ക് ഭയമേറും. വളരെയധികം ബുദ്ധിമുട്ടാണ് യാത്ര ചെയ്യാനൊക്കെ. പിന്നെ എന്ന് പറഞ്ഞാൽ ആഴ്ചകളോളം ഇങ്ങനെ പഠിപ്പ് മുടങ്ങുക, വീട്ടിലിരുന്ന് പഠിക്കേണ്ട അവസ്ഥ മാത്രമേ കിട്ടുന്നുള്ളൂ. 94 തറക്കല്ലിട്ടതാണ് പാലത്തിന് 30 വർഷത്തോളമായി. ഇതുവരെയായിട്ടൊരു സർക്കാരൊന്നും അതിനെപ്പറ്റി ഒരു ചർച്ച ചെയ്യുകയൊന്നും ചെയ്യുന്നില്ല. 1994 ഇരുകരകളെയും ബന്ധിപ്പിക്കുന്ന പാലത്തിന് തറക്കല്ലിട്ടത് മുഖ്യമന്ത്രിമാരായിരുന്ന കെ കരുണാകരനും വീരപ്പ മൊയ്ലിയും ചേർന്ന്. കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയം വച്ച ഉടക്കാണ് പ്രതിസന്ധി. ഇതോടെ പാലം എന്ന ഈ നാടിന്റെ സ്വപ്നം യാഥാർത്ഥ്യമാകാതെ തുടരുന്നു. തോണി സമയത്തുണ്ടാവില്ല, കുറവായിരിക്കും, എപ്പോഴും കൊണ്ടുപോയി വിടണം. എന്തായാലും ഒരാളല്ലേ 2 പേര് കൂടെ പോയിട്ട് വേണം അക്കരെ കടത്തിവിടാൻ. അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. പാലം വരണം, ഒന്നുമില്ലെങ്കിൽ തൂക്കുപാലെങ്കിലും ഉണ്ടാവണം. പിന്നെ കുട്ടികൾക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോയി വരാനും ഒക്കെ എളുപ്പം അതായിരിക്കും. ഇത് വെള്ളത്തിൽ നമുക്ക് പറഞ്ഞു വിടുമ്പോഴും ബുദ്ധിമുട്ടും പേടിയുമാണ് പറഞ്ഞു വിടാനും. കോഴിക്കോട് കൊല്ലകൽ ദേശീയപാതയിലെ മുത്തങ്ങ ഗുണ്ടൽപേട്ട് ഭാഗത്ത് രാത്രിയാത്രാ നിരോധനമുണ്ട്. ഇവിടെ ഒരു പാലം വന്നാൽ മൈസൂരുവിലേക്കും ബാംഗ്ലൂരുവിലേക്കുമുള്ള വയനാടിന്റെ അകലം കുറയും. എല്ലാ തരത്തിലും ഗുണകരമായ പദ്ധതി ഫയലിൽ നിന്ന് എഴുന്നേൽക്കുമോ എന്ന കാര്യത്തിൽ ഇന്നാട്ടുകാർക്ക് ഒരു പ്രതീക്ഷയുമില്ല. ഇവിടെ ഒരു തൂക്കുപാലമെങ്കിലും നൽകി സുഗമയാത്ര സാധ്യമാക്കണമെന്നാണ് ഉയരുന്ന ആവശ്യം. മനു ദാമോദരനൊപ്പം സുർജിത് അയ്യപ്പത്ത്, 24 വയനാട്.